അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലി വസ്വഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ ചെറിയ ഒരു സൂറത്തിനെ കുറിച്ചാണ്. പക്ഷേ അതിൻ്റെ സന്ദേശം വളരെ മഹത്തായതാണ്. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വെറും 4 ആയത്തുകൾ മാത്രമുള്ള ഈ സൂറത്ത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വളരെ ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ പലപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാറുണ്ട്. നമസ്കാരത്തിലും ദിക്റുകളിലും ഉറങ്ങുന്നതിന് മുമ്പും പലരും ഇത് ഓതാറുണ്ട്. ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് 200 പ്രാവശ്യം ഓതിയാൽ 200 വർഷത്തെ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ചെറിയ സൂറത്തിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ മഹത്വം എന്താണ്? എന്തുകൊണ്ടാണ് ഈ സൂറത്തിന് ഇത്ര വലിയ പ്രാധാന്യം ലഭിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എല്ലാവർക്കും അറിയാം ഈ സൂറത്തുൽ ഇഖ്ലാസ്. ഇനി ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാകുന്നു, അല്ലാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല, അവനെപ്പോലെ മറ്റാരുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരെയും ആശ്രയിക്കുന്നു. മാതാപിതാക്കളെ ആശ്രയിക്കുന്നു, കുടുംബത്തെ ആശ്രയിക്കുന്നു, സുഹൃത്തുക്കളെ ആശ്രയിക്കുന്നു. പക്ഷേ ഇവരൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. യഥാർത്ഥത്തിൽ നമ്മെ സൃഷ്ടിച്ചതും നമ്മെ സംരക്ഷിക്കുന്നതും നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആശ്രയം അള്ളാഹുവിലായിരിക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സമദ്, അല്ലാഹു അസ്സമദ് ആകുന്നു. അസ്സമദ് എന്ന വാക്കിന് വളരെ ആഴമുള്ള അർത്ഥമുണ്ട്. സൃഷ്ടികൾ ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്നവൻ എന്ന അർത്ഥം അതിൽ ഉൾപ്പെടുന്നു. നമുക്കൊരു ആവശ്യം വരുമ്പോൾ, നമുക്ക് ഒരു വിഷമം വരുമ്പോൾ, ഭയം തോന്നുമ്പോൾ, നമുക്ക് സഹായം ആവശ്യമാകുമ്പോൾ ആദ്യം അള്ളാഹുവിലേക്ക് തിരിയാൻ നമ്മൾ പഠിക്കണം. കാരണം നമ്മളെല്ലാവരും ആവശ്യക്കാരാണ്. അള്ളാഹുവിന് ആരുടെയും ആവശ്യമില്ല. അള്ളാഹുവാണ് എല്ലാവരുടെയും ആവശ്യം നിറവേറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ ആരോടും പറയാൻ കഴിയാത്ത വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരാകും. മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടാകും. അത്തരം സമയങ്ങളിൽ നമ്മൾ മറക്കാനാകാത്ത ഒരു കാര്യമുണ്ട്. അള്ളാഹു നമ്മെ കേൾക്കുന്നുണ്ട്. നമ്മുടെ വാക്കുകൾക്ക് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലെ വേദനയും അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് വിഷമം വരുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവനോട് സഹായം ചോദിക്കുക, അവനിൽ തവക്കുൽ ചെയ്യുക. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, ജനിക്കപ്പെട്ടിട്ടുമില്ല. അള്ളാഹുവിൻ്റെ മഹത്വം ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു സൃഷ്ടികളിൽ ഒരാളല്ല, അവൻ സൃഷ്ടാവാണ്. അവൻ ആരിൽ നിന്നും ജനിച്ചവനല്ല, അവനിൽ നിന്ന് ആരും ജനിച്ചവരുമില്ല. അള്ളാഹുവിൻ്റെ സ്വഭാവം സൃഷ്ടികളുടേതുപോലെയല്ല. ലം യകും വലം യകുൽ ലഹു കുഫുവൻ അഹദ്. 4-ാമത്തെ ആയത്താണ് ഇത്. അവന് തുല്യനായി ആരുമില്ല. അള്ളാഹുവിന് തുല്യനായി ആരുമില്ല. അള്ളാഹുവിനെ പോലെ ആരുമില്ല. അവൻ്റെ ശക്തിക്ക് തുല്യമായ ശക്തിയില്ല. അവൻ്റെ അറിവിന് തുല്യമായ അറിവില്ല. അവൻ്റെ മഹത്വത്തിന് തുല്യമായ മഹത്വമില്ല. അതുകൊണ്ട് നമ്മുടെ ആരാധനയ്ക്ക് ഏറ്റവും അർഹൻ അള്ളാഹു മാത്രമാണ്. ഈ സൂറത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. സ്വഹീഹായ ഹദീസുകളിൽ സൂറത്തുൽ ഇഖ്ലാസിന് വളരെ വലിയ മഹത്വം പറഞ്ഞിട്ടുണ്ട്.
ഒരു സ്വഹാബി ഈ സൂറത്തിനെ വളരെ ഇഷ്ടപ്പെടുകയും നിരന്തരം പാരായണം ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹം നമസ്കാരത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹം ഈ സൂറത്ത് ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ചോദിക്കപ്പെട്ടപ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ വിവരിക്കപ്പെടുന്നതിനാലാണ് ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, അവനോടുള്ള നിൻ്റെ സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. എത്ര വലിയ സന്തോഷവാർത്തയാണ് ഇത്! അള്ളാഹുവിൻ്റെ വചനങ്ങളെ സ്നേഹിക്കുക, ഖുർആനെ സ്നേഹിക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കുക, ഇവയെല്ലാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് ഖുർആൻ്റെ 1/3 തുല്യമാണ്. ഇത് ഈ സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. എന്നാൽ അതിൻ്റെ അർത്ഥം ഖുർആനിലെ മറ്റു ഭാഗങ്ങൾ ഉപേക്ഷിച്ച് സൂറത്തുൽ ഇഖ്ലാസ് മാത്രം മതി എന്നല്ല. ഖുർആൻ മുഴുവനും നമ്മൾ സ്നേഹിക്കുകയും പാരായണം ചെയ്യുകയും മനസ്സിലാക്കുകയും വേണം. സൂറത്തുൽ ഇഖ്ലാസിന് പ്രത്യേകമായ മഹത്വമുണ്ട് എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. സ്വഹീഹായ ഹദീസുകളിൽ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നിവ രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം പാരായണം ചെയ്യുന്നതിൻ്റെ മഹത്വം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദിവസത്തിലെ ഒരു ചെറിയ ശീലമായി ഇവയെ ഉൾപ്പെടുത്താം. രാവിലെ സമയം കിട്ടുമ്പോൾ വൈകുന്നേരങ്ങളിൽ ശ്രദ്ധയോടെ പാരായണം ചെയ്യാം. വെറും വാക്കുകൾ ചൊല്ലുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നിവ പാരായണം ചെയ്തിരുന്നതായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ 3 സൂറത്തുകളും പാരായണം ചെയ്യുന്നത് നല്ലൊരു സുന്നത്ത് ശീലമാണ്. നമ്മുടെ രാത്രിയെ ഖുർആനുമായി അവസാനിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഫോൺ നോക്കി സമയം കളയുന്നതിന് പകരം കുറച്ച് സമയം ഖുർആനുമായി മാറ്റിവെക്കാം. സൂറത്തുൽ ഇഖ്ലാസ് വെറും പാരായണം ചെയ്യാനുള്ള ഒരു സൂറത്ത് മാത്രമല്ല, ഇത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. നമ്മൾ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത്. അവനിൽ മാത്രമാണ് നമ്മുടെ പൂർണ്ണ ആശ്രയം. അവൻ ഏകനാണ്, അവന് തുല്യനായി ആരുമില്ല. ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയാണ് സൂറത്തുൽ ഇഖ്ലാസ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ വേഗത്തിൽ ഓതിപ്പോകാതെ ഓരോ ആയത്തിനും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഓതാൻ ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, വളരെ ചെറിയ ഒരു സൂറത്താണ്, വെറും 4 ആയത്തുകൾ മാത്രം. പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശം വളരെ വളരെ വലുതാണ്. അള്ളാഹു ഏകനാണ്. അള്ളാഹു എല്ലാവരുടെയും ആശ്രയമാണ്. അള്ളാഹു ജനിപ്പിച്ചവനും ജനിക്കപ്പെട്ടവനുമല്ല. അള്ളാഹുവിന് തുല്യനായി ആരുമില്ല. ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ. ആമീൻ. നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം വർദ്ധിക്കട്ടെ. ആമീൻ. നമ്മുടെ നാവുകൾ ദിക്റുകൾ കൊണ്ട് നനയട്ടെ. ആമീൻ. നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ സ്മരണയാൽ സമാധാനം നേടട്ടെ. ആമീൻ. അള്ളാഹു നമ്മളെ ഖുർആൻ പഠിപ്പിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. മാറാരോഗങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളായ മക്കളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. മേൽപ്പറഞ്ഞ കാര്യം ആരും മറക്കണ്ട. സൂറത്തുൽ ഇഖ്ലാസ് ഒരു ദിവസം 200 പ്രാവശ്യം ചൊല്ലിയാൽ 200 വർഷത്തെ അവൻ്റെ പാപം അള്ളാഹു പുറത്തു തരും. അപ്പോൾ എല്ലാ നിസ്കാര ശേഷവും 5 തവണ വീതമെങ്കിലും, 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും 5 തവണ വീതമെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് നല്ല വുളൂ എടുത്ത് ഖിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് നല്ല ഭയഭക്തിയോടുകൂടി എല്ലാവരും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ദാരിദ്ര്യം തന്നെ ഇല്ലാതാക്കാൻ സൂറത്തുൽ ഇഖ്ലാസ് ഒരു കാരണമായേക്കാം.
എല്ലാവരും കഴിയുന്നത്ര സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ഇസ്ലാമിക വീഡിയോകൾക്കായി നൂറ് ദുആ എന്നീ ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.